കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വാർത്തകളിലും മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടൊരു കാര്യമാണ് ഓസ്ട്രേലിയയിലെ ചുഴലിക്കാറ്റ്. അതിനുശേഷം US-ൽ അമേരിക്കയിലും ചുഴലിക്കാറ്റുകളും മറ്റും അതിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കേരളത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും കേരളത്തിൽ ഇരിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം, കടുത്ത ചൂട്, അതിനുശേഷം മഴ. ഇപ്പൊ വീണ്ടും നമ്മുടെ ആ ഒരു മഴ, ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയുടെ ഒരു സമയമായി. അപ്പം ഈ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ ക്ഷീണമുണ്ട്, പുറത്തൊക്കെ ഇറങ്ങാനാണെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്താ ശ്രുതി, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശ്രുതിക്ക് എന്തെങ്കിലും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നോർമലി നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടത് ഒരു ചൂട് കാലമാണ്, വേനൽക്കാലമാണ് ശരിക്കും നമ്മളിപ്പോൾ അനുഭവിക്കേണ്ടത്. മാർച്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് വരെ നമ്മൾ എന്തായാലും ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേനൽക്കാലമാണ്. പിന്നെ അതിനുശേഷം ജൂണിലാണ് നമുക്കൊക്കെ പൊതുവെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു. കാരണം ഒരു പങ്ക് എന്ന് പറയുന്നത്, ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റത്തിലൊരു പങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടു, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ചുഴലിക്കാറ്റ്, അതുപോലെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഒരു 17 സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 14 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം നമ്മൾ തന്നെയാണെന്നുള്ളതിലൊരു എന്താ പറയുക, ഉത്തമ ഉദാഹരണമായിട്ടാണ് നമുക്കിപ്പോൾ ഈ കാലാവസ്ഥ മാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് സാധാരണയുള്ള മഴയെ പോലെയല്ല. കാരണം കാലാവസ്ഥ മാറ്റം നമുക്കും ചുഴലിക്കാറ്റിനുള്ളൊരു സാധ്യത ഗവേഷകർ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സാധ്യത നമുക്ക് കേരളത്തിലും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ പെയ്ത മഴയാണെങ്കിലും ഒരുപാട് ശക്തമായ കാറ്റും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മഴയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞു. കാര്യം കാലാവസ്ഥ പണ്ട് ചൂട് മാത്രമായിരുന്നു, രാത്രിയിലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു ചൂട് മാത്രമായിരുന്നു. പക്ഷെ അത് മാറി. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം മഴ എന്നുള്ളൊരു കാലാവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കെയർ ചെയ്യുക നമ്മളെ. കാര്യം ജോലിക്കൊക്കെ പോയിട്ട് വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി സമയങ്ങളൊക്കെയാണ്. ആ സമയത്തൊക്കെ മഴയും ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ സുരക്ഷിതമായി കയറി നിൽക്കാനോ മറ്റൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ച അത്തരത്തിലൊന്നായിരുന്നു. പിന്നെ ബോൾ കളിക്കാൻ ഒരു സമയത്ത് ഇപ്പൊ കുട്ടികളാണെങ്കിലും കളിക്കാനൊക്കെ ഇറങ്ങിയാലും നമ്മൾ വൈകുന്നേരം മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ കയറുക, പിന്നെ അവിടെ വെള്ളത്തിൽ നിന്ന് കളിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി നിൽക്കരുത്. കാര്യം നമുക്ക് തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചുഴലിക്കാറ്റ് വരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനു മുമ്പേ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷകർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ട്രംപ് ആണെങ്കിലും ഒരുപാട് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തരണം ചെയ്യാൻ ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളെ കേരളത്തിലേക്കും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലോട്ട് കാലാവസ്ഥയെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തക്കതായ മുൻകരുതലുകൾ നമ്മൾ ആരും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ മഴയാണെങ്കിലും ചുഴലിക്കാറ്റുകളാണെങ്കിലും എല്ലാ തരത്തിലും എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ബാധിക്കുന്നത് ഈ കടലോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും, സാധാരണക്കാരല്ലേ കൂടുതലായിട്ട് ബാധിക്കുന്നത്. വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയൊക്കെ കുറേ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെയൊക്കെ ബാധിക്കും. അവരുടെ ഉപജീവന മാർഗമായിട്ട് കാണുന്നതാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും കൂടെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു കുറച്ച് മുൻകരുതലുകൾ കരുതുക. അതുപോലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും കടുത്തൊരു ചൂടിന് ശേഷമുള്ള ഒരു മഴ വരുമ്പോൾ ഏത് രീതിക്കാണ് നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത്തരത്തിലൊരു രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പൊക്കോണ്ടിരിക്കുന്നത്. ഒന്നും പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇത് വേനൽക്കാലം, ഇത് മഴക്കാലം, അങ്ങനത്തെ ഒരു രീതിക്ക് നമുക്ക് തന്നെ അറിയാം. പക്ഷെ ഇപ്പൊ ആ ഒരു രീതിക്കല്ല പോകുന്നത്. വേനൽക്കാലത്തും മഴ പെയ്യുന്നുണ്ട്, മഴക്കാലത്ത് വെയിലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സുരക്ഷിതരായി ഇരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഒരു വലിയൊരു മഴയും ഇടിയും മിന്നലും ഒക്കെ കഴിയുമ്പോൾ വൈദ്യുതി വിച്ഛേദമൊക്കെ അതൊക്കെ തന്നെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെ നാളെ നമുക്കും നേരിടാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ മുൻകരുതലുകൾ നമ്മൾ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ.